നമസ്കാരം. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പോടെ നമ്മൾ ആരംഭിക്കുന്നു. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നായപ്പേടിയിൽ നാടെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. സംസ്ഥാനത്തെ തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ നിർണായക ഇടപെടൽ ഉണ്ടാകുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. രോഗബാധിതരായ തെരുവുനായ്ക്കളെ ദയാവധം നടത്താൻ സർക്കാർ അനുമതി നൽകും. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിന്റേതാണ് തീരുമാനം. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ മൊബൈൽ വന്ധ്യംകരണ യൂണിറ്റുകൾ സ്ഥാപിക്കാനും തീരുമാനമായി. സംസ്ഥാനത്ത് ഓരോ ദിവസവും തെരുവുനായ്ക്കളുടെ എണ്ണത്തിൽ വർധനവുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പേവിഷബാധ ഏൽക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ്. ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നിർണായക നീക്കം. തെരുവുനായ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നിർണായക ഇടപെടൽ. അസുഖമുള്ളതോ രോഗം പടർത്താൻ സാധ്യതയുള്ളതോ ആയ തെരുവുനായ്ക്കളെ കേന്ദ്ര ചട്ടങ്ങൾ പാലിച്ച ദയാവധത്തിന് വിധേയമാക്കാൻ സർക്കാർ ഇനി മുതൽ അനുമതി നൽകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിരിക്കും അനുമതി നൽകാൻ അവകാശം. മൃഗസംരക്ഷണ തദ്ദേശ വകുപ്പ് മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമായത്. ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റൂൾസ് പ്രകാരം ABC റൂൾസിന് ശേഷം നിലവിൽ വന്നതാണ്. അതുപ്രകാരം സെക്ഷൻ 8A പ്രകാരം ഒരു പ്രൊവിഷനുണ്ട്. അത് ഉപയോഗപ്പെടുത്തും. ഒറ്റ കാര്യമേ ഉള്ളൂ, വെറ്റിനറി ഡോക്ടർ ഇത് രോഗബാധിതമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തണം. ഓഗസ്റ്റ് മാസം മുതൽ സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞം ആരംഭിക്കും. സംസ്ഥാനത്തെ ഓരോ ബ്ലോക്ക് പഞ്ചായത്തുകളിലും പോർട്ടബിൾ ABC സെന്ററുകൾ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. കുടുംബശ്രീയുടെ സഹായത്തോടെയായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. 152 ബ്ലോക്കാണുള്ളത്. ഒരു ബ്ലോക്കിൽ 1 എന്ന നിലയിൽ പോർട്ടബിൾ ABC കേന്ദ്രങ്ങൾ ലഭ്യമാക്കും. 2-3 ആഴ്ച ഒരു ബ്ലോക്കിൽ വാങ്ങിയാൽ ഒരു പഞ്ചായത്തിൽ, അത് കഴിഞ്ഞ് അടുത്ത പഞ്ചായത്തിലേക്ക് നീക്കാം. വലിയ ട്രാൻസ്പോർട്ടേഷൻ വലിയ ചെലവ് വരുന്നതാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അതല്ലാതെ മാർഗം വേറെയില്ല. 28 ലക്ഷം രൂപയാണ് പോർട്ടബിൾ ABC യൂണിറ്റിന്. അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരിക്കും യൂണിറ്റുകൾ വാങ്ങുക. കൂടുതൽ നായപിടുത്തക്കാരെ നിയമിക്കുവാനും സർക്കാർ തീരുമാനമുണ്ട്. നായകൾക്ക് ഇലക്ട്രോണിക് ചിപ്പ് ഘടിപ്പിക്കുന്ന കാര്യം ആലോചനയിലുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി അറിയിച്ചു. ചിപ്പ് ഓരോ നായ്ക്കൾക്കും ചിപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 12 അക്ക നമ്പറാണ് നമ്മുടെ ചെവിയിലോ ഏതെങ്കിലും അതിൻ്റെ ഈ ഭാഗത്തോ എവിടെയെങ്കിലും ഇഞ്ചെക്റ്റ് ചെയ്ത് നമുക്ക് പിടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ആ നായി എവിടുത്തെയാണെന്നുള്ളത് അറിയാം. അഡ്രസ്സൊക്കെ അതിൽ കാണും. നായി വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നറിയാം. നായിക്ക് ലൈസൻസ് ഉണ്ടോ എന്നറിയാം. എല്ലാ കാര്യങ്ങളും കിട്ടും. ABC സെന്ററുകൾക്കെതിരെ പ്രതിഷേധവുമായി എത്തുന്നവർക്കെതിരെ കേസെടുക്കുവാനും തീരുമാനമുണ്ട്. ഓരോ പഞ്ചായത്തുകളിലും ഇതിനായി ജനകീയ സമിതി രൂപീകരിക്കും. ജനകീയ സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. സാധാരണക്കാരായ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് ഇപ്പോൾ തെരുവുനായ. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഈ തീരുമാനത്തോട് അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നല്ലതാണ്, സർക്കാർ ഇപ്പം ചെയ്തത് നല്ലതാണ്. ഇത് നേരത്തെ ചെയ്യാനുള്ളായിരുന്നു. തീരുമാനത്തെ യോജിക്കുന്നു. മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനെ കൊല്ലുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും കൊച്ചു കുട്ടികളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനെ നമ്മൾ നോക്കേണ്ട ചുമതല നമുക്കുണ്ട്, ഗവൺമെന്റിനുണ്ട്. വർഷങ്ങളായി തെരുവുനായ നിയന്ത്രണത്തിന് സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ഇതിനായി ചിലവാക്കുന്നുമുണ്ട്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും തെരുവുനായ്ക്കളുടെ എണ്ണത്തിൽ വലിയ വർധനവാണുണ്ടാകുന്നത്. പുതിയ പദ്ധതി നടപ്പിലാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. തെരുവുനായ ആക്രമണവും പേവിഷബാധയേറ്റുള്ള മരണവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാരിൻ്റെ ഈ പുതിയ തീരുമാനവും. അത് നായകളെ, ഇത്തരത്തിൽ രോഗബാധയുള്ള നായകളെ കൊല്ലുവാനുള്ള തീരുമാനവും ഒക്കെ വരുന്നത്. അപ്പോഴും ഒരു പുതിയ വാർത്ത വരുന്നത് അത് തെരുവുനായ ആക്രമണത്തെ പറ്റിയാണ്. കോഴിക്കോട് പന്തീരാങ്കാവിൽ നിന്നാണ് 3 പേർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഞാൻ വീടിൻ്റെ അകത്തേക്ക് കയറി നിൽക്കുമ്പോൾ ഒരു കരച്ചിൽ കേൾക്കുന്നു. നായകളെ കരച്ചിലുമാണ്, മനുഷ്യന്മാരെ കരച്ചിലും കൂടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ 2 ഭാര്യയും ഭർത്താവിനെ കടിച്ചിട്ട് ഒരു നായ വന്നിട്ട് അയാൾ തലയ്ക്കൊക്കെ നല്ല മുറിയാണ്. നല്ല മുറിയാണ് തലയ്ക്കൊക്കെ. പിന്നെ അവിടെ നിന്ന് കഴിച്ചിലാൻ എൻ്റെ നായൻ്റെ വായിലാണ് ഇവരെ കൈയുള്ളത്. അത് കഴിച്ചിലാൻ കഴിയുന്നില്ല. അപ്പോഴേക്ക് അപ്പുറത്തെ തൊട്ടടുത്തുള്ള അയൽവാസി കൂടി വന്നപ്പോൾ അയാൾ ഒരു വടിയെടുത്ത് അടിച്ച് നായനെ കടിവിട്ട് ഞങ്ങൾ നായൻ തച്ചവിടെ തല്ലിയിട്ട് ചന്ദ്രൻ നടന്ന ആളൊക്കെ നെറ്റി മുറിഞ്ഞിട്ട് നെറ്റിയാണ് പകുതിയോളം കടിച്ചിട്ട് തുറന്നു കഴിഞ്ഞു തല. സമീർ സി മുഹമ്മദ് ഉണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. സമീർ, ഈ
ഈ സംഭവം അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തിയ ആളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അതീവ ഗുരുതരമായ പരിക്കാണ്. പ്രത്യേകിച്ച് തലയ്ക്ക് മുകളിലേക്ക്, കഴുത്തിന് മുകളിലേക്കുള്ള മുറിവുകൾ അത് ഗുരുതരവും മാരകവുമാണ്. എവിടെ വെച്ചാണ് ഇവർക്ക് നായയുടെ ആക്രമണം നേരിടേണ്ടി വന്നത്? ഗോകുൽ, പന്തേരാങ്കാവിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സന്ധ്യയ്ക്ക് 5 മണിയോട് കൂടിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുകയായിരുന്നു ഈ 3 പേരും. ആ വേളയിലാണ് ഒരു തെരുവ് നായ ഓടിയെത്തുകയും 3 പേരെയും ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള കടിയാണ് 3 പേർക്കും ഏറ്റിരിക്കുന്നത്. ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായ മധുവിൻ്റെ വാക്കുകളാണ് കേട്ടത്. അവിടെ നിന്ന് ആ സ്ത്രീയെ, ആ വീട്ടമ്മയെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അവരുടെ കൈയിൻ്റെ ഒരു ഭാഗം ഈ പട്ടിയുടെ വായിലായിരുന്നു. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. 3 പേർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അത് എടക്കളപ്പുറത്തെ രാധ, അതുപോലെ തന്നെ അവരുടെ അയൽവാസികളായിട്ടുള്ള തോട്ടുള്ളി ചന്ദ്രൻ, അവരുടെ ഭാര്യ രമ, ഈ 3 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. കൈകൾക്കും അതുപോലെ തന്നെ തലക്കും കാലിനുമാണ് ഈ കടിയേറ്റിരിക്കുന്നത്. അതിൽ ഏതാനും ഭാഗം ഈ തെരുവ് നായ കടിച്ചെടുത്തിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ ഇവിടെ ശബ്ദം കേട്ടാണ്, നിലവിളി കേട്ടാണ് ഓടിയെത്തിയത്. അതിനുശേഷം അവിടുന്ന് ആ തെരുവ് നായെ ഓടിച്ചു വിടുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് ആ സമീപത്തുണ്ടായിരുന്ന പശുവിനെയും അതുപോലെ ആടിനെയും ഈ തെരുവ് നായ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനൊടുവിൽ നാട്ടുകാർ ചേർന്നുകൊണ്ട് ഈ തെരുവ് നായെ തല്ലിക്കൊന്നിട്ടുണ്ട്. വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ മുറിവിൻ്റെയൊക്കെ ആഴം കാണുമ്പോൾ, അതിൻ്റെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കുന്നു. വലിയ ഒരു ഭീതി ജനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും 3 പേരും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഗോകുൽ, ശരി, പന്തീരാങ്കാവിൽ വഴിയിലല്ല വീട്ടുമുറ്റത്താണ് തെരുവ് നായയുടെ ആക്രമണം. അതും 3 പേർക്ക് പരിക്കേറ്റു. അതിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. അതിൽ കഴുത്തിന് മുകളിലേക്കുള്ള മുറിവുകൾ അടക്കമുണ്ട്. ഏതായാലും അവർ ചികിത്സയിലാണിപ്പോൾ. ആ നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു എന്ന വിവരം കൂടിയാണ് സമീർ സി മുഹമ്മദ് പങ്കുവച്ചത്. എറണാകുളം തേവക്കലിൽ പെരിയാർ വാലിയുടെ ബണ്ട് നിൽക്കുന്ന ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി. ഇവിടെ സ്ഥിതി ചെയ്യുന്ന വൻമരങ്ങൾ വൈദ്യുതി ലൈനിനോട് ചേർന്ന് ഏത് നിമിഷവും നിലം പതിക്കാവുന്ന നിലയിലാണ്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിലാണ് അപകടം പതിയിരിക്കുന്നത്. നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. എറണാകുളം തേവയ്ക്കൽ കോളോട്ടിമൂലയ്ക്ക് സമീപം പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഭാഗമായുള്ള ബണ്ടിനോട് ചേർന്നാണ് അപകടം പതിയിരിക്കുന്നത്. മണ്ണിടിച്ചിൽ ഭീഷണിക്കൊപ്പം പാഴ്മരങ്ങൾ അപകടകരമായ രീതിയിൽ വളർന്ന് ഇലക്ട്രിക് ലൈനിലേക്ക് ഏത് നിമിഷവും പതിക്കാവുന്ന അവസ്ഥയിലാണ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. മഴക്കാലമായാൽ ആശങ്ക ഇരട്ടിയാകുമെന്നും നാട്ടുകാർ. മണ്ണുറപ്പില്ലാത്ത, കെട്ടുറപ്പില്ലാത്ത സ്ഥലത്തൂടെയാണ് ഈ കനാല് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന കനാലിൻ്റെ മണ്ണ് ഇടിഞ്ഞ് വഴിയിലേക്ക് വരാം, മരങ്ങൾ മറിഞ്ഞ് മനുഷ്യന് അപകടം ഉണ്ടാകാം. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അധികാരപ്പെട്ടവർ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. പാഴ്മരങ്ങൾ വെട്ടി നീക്കണമെന്നും മണ്ണിടിച്ചിൽ ഭീഷണി തടയണമെന്നും ആവശ്യപ്പെട്ട് പെരിയാർ വാലി ഉദ്യോഗസ്ഥർക്കും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിരുന്നു. ഇവിടെ മെയിൻ പ്രശ്നം എന്ന് ചോദിച്ചാൽ മഴക്കാലമാകുമ്പോൾ മണ്ണിടിച്ചിൽ കൂടുതലാണത്. മണ്ണിടിച്ചിൽ എന്ന് പറയുമ്പോൾ വലിയ ആഞ്ഞിലി വട്ട പോലെയുള്ള വലിയ വലിയ മരങ്ങളാണ് മുകളിൽ നിൽക്കുന്നത്. അങ്ങനെ മരങ്ങൾ നിൽക്കുമ്പോൾ ഈ മണ്ണിടിച്ചിൽ ആകുമ്പോൾ ഏത് നിമിഷവും നമുക്ക് താഴോട്ട് നിലം പൊത്താവുന്ന രീതിയിലാണ് മരങ്ങൾ നിൽക്കുന്നത്. പിന്നെ അതുകൂടാതെ KCBയുടെ ലൈൻ പോയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വലിയൊരു പ്രശ്നത്തിലേക്ക് വരാൻ സാധ്യതയുള്ളതാണ്. മഴക്കാലത്ത് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ മേല. കാരണം കഴിഞ്ഞ വർഷം ഇവിടെ മഴക്കാലത്ത് കുറേ മണ്ണിടിഞ്ഞ് അത് മാറ്റാൻ തന്നെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രൈവറ്റായിട്ടാണ് അത് കുറേ മണ്ണുകൾ മാറ്റിയത്. അപ്പം പരാതി കൊടുത്തിട്ടുണ്ട്, 2 വർഷമായിട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ ഇതുവരെ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇതുവരെയും നടപടി ഉണ്ടാകാത്തതിനാൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ 16 ഡിവിഷനാണ്, 15 ഡിവിഷനാണ് ഈ കോളോട്ടിമൂല എന്ന് പറയുന്നത്. ഏതാനും വീട്ടുകാർ ഇവിടെ താമസിക്കുന്നുണ്ട്. കുട്ടികൾ ഇതിലെ യാത്ര ചെയ്യുന്നുണ്ട്. സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥിനികളെല്ലാം ഇതിലെ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. വാഹനങ്ങളെല്ലാം ആളുകൾ കൊണ്ടുപോകും. ഇത് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പെരിയാർ വാരിനോട് പറയാൻ പറഞ്ഞു. പെരിയാർ വാരിനോട് പറഞ്ഞ് പെരിയാർ വാരി എന്ന ആളുകൾ വന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് കളക്ടർക്ക് പരാതി കൊടുത്തു. കളക്ടർക്ക് പരാതി കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. അതേതാണ്ട് പരിഗണനയിൽ വെക്കാൻ സമയമാവണുള്ളൂ എന്നാണ് തോന്നുന്നത്. മഴക്കാലം ശക്തമാകുമ്പോൾ വലിയൊരു അപകടം സംഭവിക്കുന്നതിനു മുൻപേ പ്രശ്നപരിഹാരത്തിന് അധികൃതർ ശ്രമിക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ കടന്നുപോകുന്ന വഴിയിലാണ് ഈ അപകടം പതിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെടണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. രാഹുൽ VS-നൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി.
പൊതുജനം കഴുതയല്ല സാർ. അടർന്നു വീഴാൻ പരുവത്തിൽ ആ മൺതിട്ട അങ്ങനെ നിൽക്കുകയാണ്. ഈ പെരുമഴ പെയ്ത്തില്ലെങ്കിലും ആളുകൾക്ക് ഉറങ്ങാൻ ആശങ്കയില്ലാതെ ഉറങ്ങാൻ കഴിയുന്ന നിലയിൽ അവിടെ ആ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുവാനുള്ള നടപടികളിലേക്ക് അധികൃതർ കടക്കണം. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിലെ നിയമനങ്ങൾ സ്വകാര്യ മേഖലയിലേക്ക്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ നഴ്സിംഗ് തസ്തികയിലേക്കാണ് സ്വകാര്യ ഏജൻസികളിലൂടെ നിയമനം നടത്തുന്നത്. PSC ഉദ്യോഗാർത്ഥികളെ നോക്കുകുത്തിയാക്കിയാണ് നിയമനം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇടതനുകൂല നഴ്സിംഗ് സംഘടനയായ KGNA കോഴിക്കോട് പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇടത് അനുകൂല നഴ്സിംഗ് സംഘടന തന്നെയാണ് ആരോഗ്യവകുപ്പിനെതിരെ മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നത്. ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലാണ് പ്രതിസന്ധി രൂക്ഷം. പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്നാണ് നഴ്സുമാരുടെ ആവശ്യം. ആരോഗ്യവകുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് നഴ്സിംഗ് തസ്തികയിലേക്ക് സ്വകാര്യ ഏജൻസികളുടെ നിയമനം നടത്തുന്നത്. നിയമനം എത്ര നാളത്തേക്കാണെന്നോ ഏതുവരെയാണെന്നോ ഉത്തരവിൽ പറയുന്നില്ല. മെഡിക്കൽ കോളേജുകളിൽ പുതുതായി ആരംഭിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളുടെ പ്രവർത്തനത്തിന്റെ അടിയന്തര ആവശ്യം കണക്കിലെടുത്താണ് നടപടിയെന്നാണ് സർക്കാർ വിശദീകരണം. PMSSY പദ്ധതിയിലൂടെ നിർമ്മിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളിലാണ് സ്വകാര്യ ഏജൻസികൾ വഴി ജീവനക്കാരെ നിയമിക്കുന്നത്. ഇതിനെതിരെ ഇടതനുകൂല നഴ്സിംഗ് സംഘടനയായ KGNA വരെ രംഗത്തെത്തി. ആശുപത്രിയുടെ ഒരു ബ്രെയിൻ എന്ന് പറയുന്ന ഡോക്ടർമാരാണെങ്കിൽ ഹൃദയം എന്ന് പറയുന്ന നഴ്സുമാരാണ്. അത്തരത്തിലൊരു സംവിധാനത്തിൽ കൂടെ പോകുമ്പോൾ ഇത്തരത്തിൽ പുറംകരാർ നിയമനം വന്നാൽ ആ നഴ്സിംഗിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. PSCയുടെ മുഖേന വരുന്ന ആളുകൾക്കുള്ള ഒരു ക്വാളിറ്റി അത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യമാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് കൂടി നമ്മൾ PSC നിയമനങ്ങളെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലാണ് ഇപ്പോൾ നിയമനത്തിനായി ഉത്തരവിറങ്ങിയത്. സ്റ്റാഫ് നഴ്സ് മുതൽ ആശുപത്രി അറ്റൻഡർ വരെയുള്ള തസ്തികയിലേക്കാണ് ആളുകളെ നിയമിക്കുന്നത്. PSC ഉദ്യോഗാർത്ഥികളെ നോക്കുകുത്തിയാക്കിയാണ് സ്വകാര്യ ഏജൻസികളുടെ നിയമനം നടത്താൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ഏകദേശം 1.5 വർഷത്തോളമായിട്ട് ഞങ്ങൾ ഈ ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ PMSSY ബ്ലോക്കിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് മിനിസ്റ്ററേയും ഫിനാൻസ് മിനിസ്റ്ററേയും എല്ലാ MLAമാരെയും കണ്ട് നിവേദനങ്ങൾ സമർപ്പിക്കുകയും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നടന്നിരുന്നു. അപ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ പോസ്റ്റ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഗവൺമെൻറ് ഓർഡർ വന്നപ്പം അത് ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ അവസരം അവിടെ നഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് പേരുടെ ജീവിതമാണ് അവിടെ നിരാശയിലോട്ട് പോയത്. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി. ഒരു നടപടിയും ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് ഇടത് അനുകൂല സംഘടന തന്നെ സമരവുമായി തെരുവിലേക്കിറങ്ങിയത്. ഒപ്പം PSC റാങ്ക് ഹോൾഡേഴ്സും. നേരത്തെ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ പേരിന് മാത്രമാണ് നിയമനങ്ങൾ നടന്നത്. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരിൽ പലർക്കും പ്രായപരിധി കഴിഞ്ഞു. അവർക്ക് ഇനിയൊരു PSC പരീക്ഷ എഴുതാൻ പോലും സാധിക്കില്ല. വളരെ പ്രതീക്ഷയോടെയാണ് പലരും പരീക്ഷ എഴുതി ഉദ്യോഗം കാത്തിരിക്കുന്നത്. ദിവസങ്ങളും മാസങ്ങളും നീണ്ട പഠനത്തിനും പരിശ്രമത്തിനും ഒടുവിലാണ് ഓരോ ഉദ്യോഗാർത്ഥിയും PSC റാങ്ക് ലിസ്റ്റിൽ കയറിപ്പറ്റുന്നത്. അവർക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് സർക്കാർ സ്വകാര്യ ഏജൻസിക്ക് കരാർ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് നഴ്സുമാർ തെരുവിലേക്കിറങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് നിന്നും രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ഷഹദ് റഹ്മാൻ, 24. പൊതുജനം കഴുതയല്ല സാർ. നിയമനം കാത്തിരിക്കുന്ന PSC ഉദ്യോഗാർത്ഥികളെ നോക്കുകുത്തിയാക്കിയാണ് സ്വകാര്യ ഏജൻസികളിലൂടെ ഈ നിയമനം നടത്താൻ നീങ്ങുന്നത്. നേരത്തെ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ നിന്ന് പേരിന് മാത്രമാണ് നിയമനങ്ങൾ നടത്തിയതെന്നും ഈ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയവർ പറയുന്നു. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങളിതിപ്പോൾ 1-2 വർഷത്തെയല്ല, ഞങ്ങൾ ഒരുപാട് വർഷത്തെ ഡ്യൂട്ടിയിൽ ഇരിക്കുന്നതന്നെ നമ്മൾ ഉറക്കമൊഴിച്ചും ഭയങ്കര ബുദ്ധിമുട്ടി പഠിച്ചിട്ടാണ് നമ്മളൊരു ലിസ്റ്റിൽ വരുന്നത്. ഇൻ്റർവ്യൂ ആണെങ്കിലും എല്ലാം കഴിഞ്ഞ് നമ്മൾ വരുന്നിട്ട് നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനൊരു ലിസ്റ്റ് ടെമ്പററി ആയിട്ട് എടുക്കുമ്പോൾ നമ്മളുടെ ഇത്രയും കാലത്തെ സ്വപ്നമാണ് നമുക്ക് ഇവിടെ നിന്ന് പോകുന്നത്. അത് മാത്രമല്ല ഞങ്ങൾ ഒരുപാട് പേരുടെ അവസാനത്തെ ഒരു പ്രതീക്ഷയാണിത്. ഞങ്ങൾക്ക് ഇനി ഒരുപാട് പേർക്ക് ഇനി വേറൊരു PSCക്ക് നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റാത്ത കാരണം ഏജ് ഓവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു നീക്കം വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരുപാട് കുട്ടികളും ഒക്കെ വെച്ച് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ റാങ്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് അതൊരു ഔട്ട്സോഴ്സ് ചെയ്ത് പോകുകയെന്ന് പറയുമ്പോൾ ശരിക്കും ഞങ്ങൾക്കത് വലിയൊരു വേദനയാണ്. നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു PSC കിട്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ക്വാളിറ്റി ഓഫ് കെയർ ഉണ്ട്. അപ്പോൾ ഒരു ഏജൻസിക്കൊക്കെ കൊടുക്കുമ്പം അതിൽ ചെറിയ മാറ്റങ്ങൾ വരാം. അപ്പോൾ അത് പേഷ്യൻസിനും അത് ബുദ്ധിമുട്ടായിരിക്കും. ആരോഗ്യമന്ത്രിയൊക്കെ കാണാൻ ശ്രമിച്ചായിരുന്നു. ഇതുവരെ ആരോഗ്യമന്ത്രിയൊന്നും കാണാൻ കറക്റ്റായിട്ട് പറ്റിയിട്ടില്ല. ഈ PMSSYൻ്റെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെതും ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെതും ഈ 113ഓളം സ്റ്റാഫ് കേസ് ഉണ്ട്. അതായത് ഇവരിപ്പോൾ അത്
NRHM-നോ NHM-നോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഞങ്ങൾക്ക് PSC ലിസ്റ്റിൽ തന്നെ ഞങ്ങൾക്ക് തരണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ഏതായാലും ആ വിഷയത്തിൽ ഈ ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക പരിഗണിച്ചുകൊണ്ടുള്ള പരിഹരിക്കുന്ന ഇടപെടൽ ഉണ്ടാവട്ടെ. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. സർക്കാരിന്റെ സിനിമാ നയരൂപീകരണ ചർച്ചയിൽ നടി പത്മപ്രിയയും മന്ത്രി സജി ചെറിയാനും തമ്മിൽ തർക്കം. നയരൂപീകരണത്തിനായുള്ള കരടിലെ ഉള്ളടക്കം സംബന്ധിച്ചാണ് തർക്കമുണ്ടായത്. കരടിൽ മാറ്റം വേണമെന്ന് പത്മപ്രിയ ആവശ്യപ്പെട്ടു. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ സിനിമാ നയരൂപീകരണം, സിനിമാ കോൺക്ലേവ് ഒക്കെ ഇങ്ങനെ നീണ്ടു പോകുന്നതിനിടയിലാണ് ഈ ഒരു തർക്കം കൂടി വരുന്നത്. ഏത് ചട്ടം അല്ലെങ്കിൽ ഏത് വ്യവസ്ഥയിന്മേലാണ് അല്ലെങ്കിൽ നിർദ്ദേശത്തിന്റെ പുറത്താണ് ഈ തർക്കം ഉടലെടുത്തത്? ഗോകുലം, നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ മേഖലയിലെ സമഗ്ര മാറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒരു സിനിമാ നയരൂപീകരണം ഇപ്പോൾ നടത്തി വരുന്നത്. അതിന്റെ പലതരത്തിലുള്ള ചർച്ചകളടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ചേരുകയും മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളെ പിന്നീട് കാണുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അതിനുള്ളിൽ ആ കരട് നയരൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കുള്ളിൽ മന്ത്രിയും സിനിമാ താരമായിട്ടുള്ള പത്മപ്രിയയും തമ്മിലൊരു തർക്കം നടന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. നയരൂപീകരണത്തിലുള്ള കരടിലെ ഉള്ളടക്കത്തിലായിരുന്നു തർക്കം. പത്മപ്രിയ ചില കാര്യങ്ങളിൽ എതിർപ്പറിയിച്ചു. കരടിൽ മാറ്റം വേണമെന്നും പത്മപ്രിയ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതുവരെയുള്ള യോഗങ്ങളിൽ പത്മപ്രിയ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് അവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇതുവരെയുള്ള യോഗങ്ങളിൽ പങ്കെടുക്കാതെ ആദ്യമായി വന്ന് എതിർപ്പ് പറയുന്നതിൽ എന്തർത്ഥമെന്ന് മന്ത്രി തിരികെ ചോദിച്ചു. കൂടാതെ അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള സിനിമാ മേഖലയിലെ പ്രഗത്ഭരുടെ അഭിപ്രായം കൂടി കേട്ടാണ് കരടിലേക്ക് എത്തിയത്. സ്വാഭാവികമായും അതിൽ മാറ്റം വേണമെങ്കിൽ അപ്പോൾ പറയണമായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും മന്ത്രി പറഞ്ഞുവെന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഇതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. പിന്നീട് പ്രേംകുമാറും മധുബാലും അടക്കമുള്ള മുതിർന്ന സിനിമാ താരങ്ങൾ അവരുണ്ടായിരുന്നു ആ ചർച്ചയിൽ. അവർ ഇടപെട്ടാണ് തർക്കം പരിഹരിച്ചത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഗോകുൽ, സിനിമാ നയരൂപീകരണത്തിന് വേണ്ടിയുള്ള ചർച്ചയിലാണ് മന്ത്രിയും സിനിമാ നടിയായ പത്മപ്രിയയും തമ്മിലുള്ള തർക്കമുണ്ടായത്. പൊതുജനം കഴുതയല്ല സർ തുടരുന്നു. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് സ്കൂൾ വിദ്യാർത്ഥി ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ചു. ശ്രീകാര്യം സ്വദേശിയായ പ്രണവാണ് മരിച്ചത്. ഷഫീദ് റാവുത്തർ നൽകും വിശദാംശങ്ങൾ. ഷഫീദ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് ഇങ്ങനെ ഒരു മരണം അതിലേക്ക് വഴിവെച്ചത്? ഗോകുൽ, അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്താണ് ഫ്ളാറ്റിൽ നിന്നും ചാടി സ്കൂൾ വിദ്യാർത്ഥി ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. അതിൽ കഴക്കൂട്ടത്തെ ഒരു സ്വകാര്യ സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്നു ഈ ശ്രീകാര്യം സ്വദേശിയായിട്ടുള്ള 14 വയസ്സുകാരൻ പ്രണവ്. ഇയാളുടെ മുത്തച്ഛന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റാണ് ചെങ്കോട്ടുകോണത്തേത്. അതിൽ മുത്തച്ഛൻ ആൾതാമസം ഉണ്ടായിരുന്നില്ല. മുത്തച്ഛൻ വിദേശത്താണ്. എന്നാൽ ഈ സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഈ പ്രണവ് എന്ന് പറയപ്പെടുന്ന കുട്ടി ഈ ഫ്ളാറ്റിലേക്ക് എത്തി. മറ്റൊരു താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്ളാറ്റ് തുറന്ന ശേഷം ഈ മുൻവശത്തെ മുറി പൂട്ടിയ ശേഷം ബാൽക്കണിയിൽ നിന്നും ചാടുകയായിരുന്നു. 16ാമത്തെ നിലയിലായിരുന്നു ഈ ഫ്ളാറ്റ്, ഇവരുടെ ഫ്ളാറ്റ്, മുത്തച്ഛന്റെ ഫ്ളാറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ചാടുകയായിരുന്നു. തൽക്ഷണം തന്നെ കുട്ടി മരിച്ചു. ഈ സംഭവത്തിൽ ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരം. അതിന്റെ കാരണം എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പോത്തൻകോട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗോകുൽ, ഷഫീദാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. എറണാകുളത്ത് കനത്ത മഴയിൽ ഫ്ളാറ്റിന്റെ മതിലിടിഞ്ഞു വീണു. മതിലിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് മതിലിടിഞ്ഞു വീണത്. സൂര്യശ്രീ ഉണ്ട് വിശദാംശങ്ങളുമായി. സൂര്യശ്രീ, ആളുകൾക്കാർക്കെങ്കിലും അപകടമുണ്ടോ? ഗോകുൽ, ഏകദേശം ഇന്ന് വൈകുന്നേരത്തോടെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. എറണാകുളം ജില്ലയിലെ കനത്ത മഴയോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. കാക്കനാട് ജില്ലാ ജയിലിനോട് സമീപത്തുള്ള ഹാപ്പി ഹോം എന്ന ഫ്ളാറ്റിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഫ്ളാറ്റിന്റെ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്കാണ് ഇത്തരത്തിൽ മതിലിടിഞ്ഞു വീണിരിക്കുന്നത്. വാഹനത്തിന് കാര്യമായ നാശനഷ്ടം തന്നെയുണ്ട്. എന്നാൽ ഇതുവരെയും അപകടത്തിൽ ആർക്കും പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കനത്ത മഴയിലാണ് ഇത്തരത്തിലൊരു വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. കനത്ത മഴയിൽ ഫ്ളാറ്റിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് താഴെ പാർക്ക് ചെയ്തിരുന്ന കാറിലേക്ക് പതിക്കുകയായിരുന്നു. ഗോകുൽ, ശരി, സൂര്യശ്രീയാണ് വിവരം നൽകിയത്. എറണാകുളത്ത് കനത്ത മഴയാണ്. മറ്റ് ജില്ലകളിലെല്ലാം മഴയാണ്. പ്രേക്ഷകർ പലരും കമന്റ് ചെയ്യുന്നുണ്ട് വിവിധ ജില്ലകളിലെ മഴയെ സംബന്ധിച്ച്. വടക്കൻ കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ നല്ല മഴ പെയ്ത്ത് പ്രതീക്ഷിക്കാം. ഇതോടെ പൊതുജനം കഴുതിയല്ല സാർ പൂർണ്ണമാവുകയാണ്. ഇനി 24 റൗണ്ടപ്പിന്റെ സമയം. പ്രേക്ഷകർക്കൊപ്പം പ്രജിൻ സി കണ്ണനെത്തും. നമസ്കാരം.